ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ ബാത്റൂമുകളിൽ ലീക്കേജ് കാര്യങ്ങൾ വരുന്നതിൻ്റെ മെയിൻ കാരണങ്ങളൊന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ നോക്കി അറിയാൻ പറ്റി ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ മുകളിലത്തെ ബാത്റൂമാണ് വന്നിരിക്കുന്നത്. മുകളിലത്തെ ബാത്റൂമിൽ നമ്മൾ ഇതുപോലെ തന്നെ 4-5 പൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഔട്ട് കാര്യങ്ങൾ പുറത്തേക്ക് കൊടുക്കും. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടൈല് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോക്സി വർക്ക് ആണെങ്കിൽ അപ്പോക്സി വർക്ക് ഉൾപ്പെടെയാണെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ പോലും കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഈ ടൈലിൻ്റെ നമ്മൾ കുളിക്കുന്ന വെള്ളം യൂസ് ചെയ്യുന്ന വെള്ളമോ കാര്യങ്ങളെല്ലാം പതുക്കെ ടൈലിൽ നിന്നും താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പതുക്കെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നമ്മളിപ്പോൾ ബാത്റൂം എല്ലാ വീടുകളിലും ചിലപ്പോൾ നോക്കി അറിയാൻ പറ്റും. ഓൾറെഡി സെയിം നമ്മുടെ റൂമിൻ്റെ ലെവലായിരിക്കും ബാത്റൂം ഇട്ടിരിക്കുക. അതിൽ നിന്ന് പൊക്കിയായിരിക്കും ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല താഴ്ത്തിയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നോർമൽ ലെവലിൽ നമ്മൾ ചെയ്യുന്നത് താഴ്ത്തിയാണ് ചെയ്യുന്നത്. അതായത് റൂമിൽ നിന്നും ഏകദേശം ഒരു 6 ഇഞ്ച് 8 ഇഞ്ച് താഴ്ത്തി ചെയ്യും. അപ്പോൾ നമുക്ക് ഫിനിഷിങ് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കിട്ടാവുന്ന രീതിയിലാണ് നമ്മുടെ ബാത്റൂം വരാറ്. റൂമിൽ നിന്ന് താഴ്ന്നിരിക്കും. അപ്പോൾ താഴ്ന്നിരിക്കുന്നതാണെങ്കിലും മുകളിൽ പൊങ്ങിയിരിക്കുന്ന അതായത് ഹൈറ്റുള്ള ബാത്റൂം ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഈ ടൈലിൻ്റെ ഗ്യാപ്പിലൂടെ ഇറങ്ങിയിട്ട് താഴെ കോൺക്രീറ്റിലായിരിക്കും ഈ പറയുന്ന മിക്സ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ താഴെ കോൺക്രീറ്റ് കിടന്ന വെള്ളം എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവണം. ഈ പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടില്ലെങ്കിൽ അത് പതുക്കെ നമുക്ക് താഴെ അറിയാൻ പറ്റും. റൂമിൻ്റെ താഴെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ പതുക്കെ ഒരു നനവ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിങ്ങനെയാണ് മെയിനായിട്ട് പതുക്കം ലീക്ക് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി അവസാനം അത് പതുക്കെ കമ്പികളിലേക്ക് ആയിക്കഴിഞ്ഞ് സ്റ്റീലിലേക്കാവും. സ്റ്റീലുകൾ ദ്രവിക്കാൻ തുടങ്ങും. പിന്നെ പതുക്കെ തേപ്പിൽ നിന്നും സ്റ്റീൽ വിടാൻ തുടങ്ങും. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പതുക്കെ കുറേ നാളുകൾക്ക് ശേഷം ഒരു 10-20 വർഷം കഴിയുന്ന സമയത്ത് ഇത് പതുക്കെ അടർന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയാണ് സാധാരണ നോർമൽ ലെവലിൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടോ, ഇത് നമ്മൾ ബാത്റൂമിൻ്റെ പുറത്തേക്ക് പോകുന്ന പൈപ്പിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു പൈപ്പ്, ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പോ ഒരു കനം കൂടിയ പൈപ്പോ നമ്മൾ ഇതിൽ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. പുറത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്ലോറിൽ വരുന്ന വെള്ളം, അതായത് ഭാവിയിൽ ഫ്ലോറിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളോ ടൈൽ ഫില്ലറോ അല്ലെങ്കിൽ അപ്പോക്സി വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും മിസ്സിങ് സംഭവിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു പൈപ്പ് ചെറുതായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു പൈപ്പ് ഇട്ടിട്ട് പുറത്തേക്ക് വെറുതെ ഫ്രീ ആയിട്ട് നിർത്തണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന വെള്ളം, അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട് അതിലൂടെ വെള്ളം വരുമെന്ന്. തീർച്ചയായിട്ടും വരും. നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം അറിയാൻ പറ്റും. നമ്മൾ പല വീടുകളിലും കാണുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ലീക്ക് വരുന്ന വെള്ളം തുള്ളിയായിട്ട്, അതായത് എങ്ങനെ സംഭവിക്കുന്നത്, AC-യിൽ നിന്ന് നമ്മൾ AC യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് പോലെ നമുക്ക് പുറത്തേക്ക് ആ പൈപ്പിലൂടെ വെള്ളം പോകുന്നത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പുറത്തേക്ക് പോകുന്ന 2 ഇഞ്ചാണെങ്കിലും 4 ഇഞ്ചാണെങ്കിലും പൈപ്പ് പുറത്തേക്ക് ഔട്ട് പോകുന്നതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് വെറുതെ കോൺക്രീറ്റിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. കോൺക്രീറ്റിൽ കണ്ടോ ഈ കോർണറിൽ ആ സ്ട്രാപ്പ് ഇരിക്കുന്ന ആ കോർണറിൽ ഒരു പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. വെറുതെ വെച്ചാൽ മതി. അപ്പോൾ കോൺക്രീറ്റിൽ വരുന്ന വെള്ളം എന്തായാലും നേരെ പുറത്തേക്ക്, ഒരു വെള്ളം അടിഞ്ഞു കിടക്കുന്ന വെള്ളം എന്തായാലും ഓപ്ഷൻ പുറത്തേക്ക് നോക്കും. ആ പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഈ പൈപ്പായിരിക്കും. ഈ പൈപ്പിലൂടെ വെള്ളം കുറേ നാൾ കഴിയുമ്പോൾ വെള്ളം ഇറ്റിറ്റ് പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാത്റൂമിൽ വരുന്ന ലീക്ക് ഒരു 90% നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് നനവ് കാര്യങ്ങൾ താഴേക്ക് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വീടിൻ്റെ സേഫ്റ്റി നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാനും അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.